ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിന്നർ മാട്രിക്സിൻ്റെ ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബാസ് റെസ്പോൺസ് ആണ്, ലോ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് എത്ര ഹെഡ്സ് ആണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ ഡാറ്റ ഷീറ്റൊന്നും എൻ്റെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും സാധനം അടിപൊളിയാണ്, ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ഇതിനകത്ത് വരുന്നത് 4558 4558 2 ഓപ്പാം ഐ സി വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഈ 4558 ഐ സിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐ സി നല്ല ഒരു ബാസ് റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ളത് ഐ സി ആണത്. എന്ന് വെച്ചാൽ സർക്യൂട്ട് ഇത് ഓപ്പാം ഐ സി ആണ്. സർക്യൂട്ട് ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ലോ ഫ്രീക്വൻസി, നല്ല ബേസ് റെസ്പോൺസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നല്ല ബോക്സും നല്ല ഊഫറും ആയിരിക്കണം എന്നുള്ളതും കൂടെ ഒരു ഘടകമാണ് അവിടെ. എന്നാൽ പോലും ഫിൽറ്ററിൻ്റെ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സബ്വൂഫർ ഫിൽറ്ററുകൾ നമുക്ക് ലഭ്യമാണ്. അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു ഫിൽറ്റർ ഇതാണ്. ഈ ഒരു ഫിൽറ്റർ നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. അവരാണ് ഇതെനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ഓരോ റിവ്യൂ ചെയ്യുമ്പോഴും അത് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ എപ്പോഴും റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഇവിടെ 2.2K റെസിസ്റ്റർ ഇവിടെ 2 ഇട്ടിട്ടുണ്ട്. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഒരു DC ഒരു 30-35 വോൾട്ടോളം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 2 സെനർ ഇട്ടിട്ടുണ്ട്. ഒരു 15-0-15 ആക്കി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് 15-0-15 റൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സർക്യൂട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഇത് ഹൈ വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, സബ്വൂഫറിൻ്റെ ഫിൽറ്ററാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോണോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ ഭാഗത്ത് എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് മോണോ ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. പിന്നെ കമ്പോണൻസ് നോർമൽ സർക്യൂട്ടുകളിൽ കാണുന്നതിനെക്കാട്ടി ബാക്കി നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സബ്വൂഫർ ഫിൽറ്ററുകളെയും കാട്ടി കുറച്ചുകൂടെ കമ്പോണൻസ് ഒക്കെ കൂടുതലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു റെഗുലേറ്റർ സെക്ഷനാണ് വരുന്നത്. ഈ ഒരു സൈഡ് മൊത്തം ഹൈ വോൾട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഒരു റെഗുലേറ്റർ സെക്ഷനായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവർ ഈ കാണുന്ന ഇത്തിരി ഭാഗമാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും സാധനം അടിപൊളിയാണ്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നല്ല സാധനങ്ങൾ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ് വാങ്ങിയിട്ട്, അതായത് SM ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരുപാട് ആൾക്കാർ നല്ലൊരു റിസൾട്ടും ഈ ഒരു പ്രോഡക്റ്റിന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരെയും കൂടെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എല്ലാവരുടെയും റിസൾട്ട് അറിഞ്ഞിട്ട് ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. സാധനം നല്ലതാണ്, അടിപൊളിയാണ്, നല്ല പെർഫോമൻസ് ആണ്. ഉപയോഗിച്ചിരുന്ന കമ്പോണൻസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, റെസിസ്റ്ററൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും, കപ്പാസിറ്റർ ആയാലും നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററൊക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. വിന്നർ മാട്രിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കമ്പനിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റൊക്കെ കിടിലം പ്രോഡക്റ്റുകളാണ്. അതിനടുത്ത് പറയാൻ കാര്യം അവരുടെ ഈ ഒരു STK മോഡലൊക്കെ വെച്ച് വരുന്ന ഒരു STKയുടെ സർക്യൂട്ടൊക്കെ ചെയ്ത് വരുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് ട്രാൻസിസ്റ്റർ ബോർഡ്, അത് നല്ല രസമാണ് പാട്ട് കേൾക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു 100 വാട്ടിൻ്റെ ഒരു മോണോ ബോർഡുണ്ട്, അതും നല്ല രസമാണ് പാട്ട് കേൾക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ അവർ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അവരുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റും കൊള്ളില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ, കംപ്ലൈൻറ്റുകളും ഇല്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് SM ഇലക്ട്രോണിക്സിന് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 350 അല്ലെങ്കിൽ 200-350 അതിനകത്തുള്ളൊരു വിലയ്ക്കകത്തായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. കൃത്യമായിട്ടുള്ള വില ഞാൻ പറയുന്നില്ല, കാര്യം ഇത് ഒരുപാട് കടകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ SM ചിലപ്പോൾ ഞാൻ പറയുന്ന വില മറ്റുള്ള കടയിൽ നിന്നും കുറവോ കൂടുതലോ ഒക്കെ ആവാം. നിങ്ങൾക്ക് അതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ SM വിളിച്ചിട്ട് ചോദിക്കുക, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക അതിൻ്റെ വില എത്രയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. ഓക്കെ, നല്ല പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.